ആശമാരുടെ സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസ്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിൽ സിപിഐക്കുള്ളിലും എതിർപ്പുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം 17 ദിവസം പൂർത്തിയായി. സമരക്കാർക്ക് പോലീസ് വീണ്ടും നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് KPCCയുടെ തീരുമാനം. ഇന്ന് സമരവേദിയിലെത്തി ശശി തരൂർ MP-യും RSP നേതാവ് ഷിബു ബേബി ജോണും പിന്തുണ പ്രഖ്യാപിച്ചു. സമരക്കാർക്ക് നീതി ഉറപ്പാക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വീണ്ടും സമരക്കാർക്ക് നോട്ടീസ് അയച്ച നടപടി ഫാസിസമെന്ന് രമേശ് ചെന്നിത്തല. സമരത്തെ അധിക്ഷേപിക്കുന്ന CPM നേതാക്കളുടെ പ്രതികരണങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ VD സതീശൻ. ഈ പാവപ്പെട്ട ഈ സ്ത്രീകൾ അവിടെ പോയി സമരം ചെയ്യുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ അവഹേളിക്കുക, അവർ മാവോയിസ്റ്റാണെന്ന് പറയുക, അവരെ ഇനി തിരിച്ചു കയറിയില്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുക. ഇതെന്താണ് മാടമ്പിത്തരം? അധിക്ഷേപ പരാമർശങ്ങൾ തുടർന്ന് എളമരം കരീം. ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി, അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയെന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. സമരത്തിനിറങ്ങുന്ന ആശാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്ന CITU നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. സമരത്തെ മുൻനിർത്തി വ്യാജപ്രചരണം നടക്കുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എല്ലാറ്റിനും കേന്ദ്രത്തെ പഴിചാരി ധനമന്ത്രിയുടെ പ്രതികരണം. ആരും അധിക്ഷേപിച്ചിട്ടില്ലല്ലോ. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്ന ഏത് ഗവൺമെന്റ് ഉണ്ട്? സമരക്കാർ കണ്ണു തുറക്കാത്ത ദൈവമെന്ന് CPI നേതാവ് KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സമരത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള CPIയുടെ അതൃപ്തി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ വ്യക്തം. സമരം ചെയ്ത സംഘടനയും സമരം ചെയ്ത സഖാക്കളും ആ സ്ത്രീകളും ആരും LDFനെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നിൽക്കുന്ന കയ്യിൽ വടിയായിട്ട് പറയുന്നത്. ആ സമരം ന്യായമായ പരിഹാരം ആവശ്യപ്പെടുന്നതാണ്. സമരപരിപാടികളുമായി ആശമാർ മുന്നോട്ടു തന്നെ. 17-ാം ദിവസവും സജീവമായി സമരപ്പന്തൽ. മീഡിയ 1 തിരുവനന്തപുരം.